സനോജ് സുരേന്ദ്രൻ ഞങ്ങളുടെ പ്രതിനിധി കൂടി വയനാട്ടിൽ നിന്ന് ചേരുകയാണ്. സനോജ, ഇന്നത്തെ തെരച്ചിലുമായി ബന്ധപ്പെട്ട ഏറ്റവും അവസാനമായി ലഭിക്കുന്ന വിവരങ്ങളിലേക്ക് കൂടി പോകാമെന്ന് കരുതുകയാണ്. ഒപ്പം തന്നെ നാളെ ജനകീയ തെരച്ചിൽ അതിന് ആഹ്വാനം ചെയ്തിരുന്നു. പക്ഷേ അല്പം മുമ്പ് മിനിസ്റ്റർ തന്നെ പറയുന്നുണ്ട് പ്രധാനമന്ത്രിയുടെ വരവുമായി ബന്ധപ്പെട്ട് ഒരുക്കേണ്ട ക്രമീകരണങ്ങളുടെ ഭാഗമായി 2-3 മണിക്കൂറോ ഒരു പക്ഷേ നാളെ തെരച്ചിലുമായി ബന്ധപ്പെട്ട് ലഭിക്കുകയുള്ളൂ എന്ന്. അപ്പോൾ അത്തരം കാര്യങ്ങൾ എങ്ങനെയാണ് ക്രമീകരിച്ചിരിക്കുന്നത് സനോജ്? അസിത, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രധാനമന്ത്രി മറ്റന്നാൾ ഇവിടേക്ക് എത്തുകയാണ്. അപ്പോൾ പ്രധാനമന്ത്രി എത്തുന്നതിന് മുന്നോടിയായിട്ട് 24 മണിക്കൂറിന് മുന്നേ സുരക്ഷാ ക്രമീകരണത്തിൻ്റെ ഭാഗമായി ആ പ്രദേശത്തു നിന്നും, അതായത് ചൂരൽമലയിൽ നിന്നും മുണ്ടക്കൈ മേഖലയിൽ നിന്നും ആളുകളെ പൂർണ്ണമായും ഒഴിപ്പിക്കണമെന്നുള്ള ഒരു നിർദ്ദേശമാണ് സുരക്ഷാ ക്രമീകരണത്തിൻ്റെ ഭാഗമായി സംസ്ഥാന സർക്കാരിന് ലഭിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നാളെ രാവിലെ 6 മണി മുതൽ പുലർച്ചെ 6 മണിക്ക് ആരംഭിക്കുന്ന ജനകീയ തെരച്ചിൽ രാവിലെ 11 മണി വരെ തുടരും. 11 മണിക്ക് ശേഷം അവിടെ നിന്നും എല്ലാവരെയും മാറ്റേണ്ടതായിട്ടുണ്ട്. കാരണം ഇന്നും തെരച്ചിൽ സംസ്ഥാന സർക്കാരിൻ്റെ നേതൃത്വത്തിൽ വ്യാപകമായി നടന്നിരുന്നു. ഒപ്പം തന്നെ സുരക്ഷാ സേനയുടെയും ഫയർഫോഴ്സിൻ്റെയും ഒക്കെ നേതൃത്വത്തിൽ നടന്നു. അതിൻ്റെ ഭാഗമായി ഇന്ന് ഒരു ബോഡി കിട്ടുന്ന ഒരു സാഹചര്യമുണ്ടായി, ഒരു ശരീരഭാഗവും ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഓരോ ദിവസവും തെരച്ചിൽ നടത്തുമ്പോൾ ഏറ്റവും ഒടുവിൽ ഇന്ന് ഒരാളുടെ മൃതദേഹം കിട്ടുന്നു, ശരീരഭാഗങ്ങൾ കിട്ടുന്നു. അപ്പോൾ തെരച്ചിൽ പെട്ടെന്ന് നിർത്തുക എന്നതിനെ സംബന്ധിച്ച് സംസ്ഥാന സർക്കാരിൻ്റെ ആലോചനയിലില്ല. വ്യാപകമായ രീതിയിൽ വരും ദിവസങ്ങളിലും തെരച്ചിലുമായി മുന്നോട്ട് പോകുക എന്നുള്ളതാണ് സംസ്ഥാന സർക്കാരിൻ്റെ തീരുമാനം. അങ്ങനെയുള്ള ക്രമീകരണവുമായി മുന്നോട്ട് പോകുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നാളെ മന്ത്രിമാർ, ജനപ്രതിനിധികൾ, ഒപ്പം തന്നെ സുരക്ഷാ സേനകൾ, ഫയർഫോഴ്സും NDRFും ഉൾപ്പെടെയുള്ള സേനകൾ, ഒപ്പം തന്നെ ക്യാമ്പുകളിൽ കഴിയുന്ന 196 പേര് ഈ നാളത്തെ തെരച്ചിലിൽ പങ്കെടുക്കാൻ സന്നദ്ധത അറിയിച്ചിട്ടുണ്ട്. അങ്ങനെ അവരെ കൂടി, കാരണം ആ പ്രദേശവാസികളായിട്ടുള്ള തദ്ദേശീയരായിട്ടുള്ള ആളുകൾക്ക് ഈ തെരച്ചിലുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്ഥലത്തിൻ്റെ ധാരണയുണ്ട്. അപ്പോൾ അവരെ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ട് പരമാവധി മേഖലകളിൽ തെരച്ചിൽ നടത്തി ഇനിയും മണ്ണിൽ പൊതിഞ്ഞ് ആരെങ്കിലും കിടപ്പുണ്ടോ എന്ന് കണ്ടെത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരമൊരു ക്രമീകരണം ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഒപ്പം തന്നെ പ്രധാനമന്ത്രിയുടെ സന്ദർശനം കൂടി കണക്കിലെടുത്തുകൊണ്ട് നാളെ 11 മണിയോടുകൂടി നാളത്തെ തെരച്ചിൽ അവസാനിപ്പിക്കുമെങ്കിൽ കൂടിയും വരും ദിവസങ്ങളിലും തെരച്ചിൽ നടത്തുവാൻ തന്നെയാണ് സംസ്ഥാന സർക്കാരിൻ്റെ തീരുമാനം. കാരണം ഇന്നും ആളുകളെ കണ്ടെത്തിയിട്ടുണ്ട്. അതിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് തെരച്ചിലുമായി മുന്നോട്ട് പോകുവാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ മന്ത്രി പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയപ്പെടുന്നത്, ഈ ക്യാമ്പുകളിൽ കഴിയുന്ന ആളുകൾ വളരെ മാനസിക പ്രയാസത്തിന് അടിമപ്പെട്ട് കഴിയുന്നവരുണ്ട്. അവർ ഇന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞു വായിക്കുവാൻ അവർക്ക് പുസ്തകം വേണം എന്ന് അവർ ആവശ്യപ്പെടുകയുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് പുസ്തകങ്ങൾ നൽകി, ലൈബ്രറി പുസ്തകങ്ങൾ നൽകി. ഒപ്പം തന്നെ ഈ കുട്ടികൾക്ക് പഠിക്കുവാൻ വേണ്ടി പാഠപുസ്തകങ്ങൾ വേണമെന്ന് പറഞ്ഞു. അവർക്ക് പാഠപുസ്തകങ്ങൾ എത്തിച്ചു നൽകുന്ന ഒരു സാഹചര്യമുണ്ടായി. മാത്രമല്ല കുട്ടികൾക്ക് കളിക്കുവാൻ, അതായത് മാനസികോല്ലാസത്തിന് വേണ്ടി കുട്ടികൾക്ക് കളിക്കുവാൻ കളിപ്പാട്ടങ്ങൾ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ അവർക്ക് കളിപ്പാട്ടങ്ങൾ കൊണ്ടുകൊടുത്തു. ഇതൊക്കെ ഒരു ചെറിയ കാര്യമായി കേൾക്കുന്നവർക്ക് തോന്നുമെങ്കിലും മാനസിക പ്രയാസത്തിന് അടിമപ്പെട്ടിട്ടുള്ള ആളുകൾക്ക് ക്യാമ്പുകളിൽ അവരുടെ പഴയ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരുവാൻ വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ നടപ്പാക്കാൻ കഴിയുമോ അതെല്ലാം പരമാവധി നടപ്പാക്കിക്കൊണ്ട് അവരെ പഴയ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരിക. നഷ്ടപ്പെട്ട എല്ലാ കാര്യങ്ങളും സർക്കാരിനും മറ്റ് ബന്ധപ്പെട്ട ഏജൻസികൾക്കും നൽകാൻ കഴിഞ്ഞില്ലെങ്കിൽ കൂടിയും അവർക്ക് നൽകാൻ കഴിയുന്ന കാര്യങ്ങൾ പരമാവധി നൽകിക്കൊണ്ട് അവരെ ഇപ്പോൾ അനുഭവിക്കുന്ന മാനസിക പ്രയാസത്തിൽ നിന്നും അവരെ വീണ്ടും ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരിക എന്നുള്ള ഒരു പ്രധാനപ്പെട്ട തീരുമാനത്തിന് കൂടിയാണ് സർക്കാർ നേതൃത്വം നൽകുന്നത്. മാത്രമല്ല ഇവരുടെ പുനരധിവാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് യുദ്ധകാലാടിസ്ഥാനത്തിൽ നടപടികളുമായി സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോവുകയാണ്. ഇതിൻ്റെ ഭാഗമായി PWD റെസ്റ്റ് ഹൗസുകൾ കണ്ടെത്തി അതിൻ്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല ഈ റെസ്റ്റ് ഹൗസുകൾക്ക് പുറമെ വാടക വീടുകൾ കൂടി കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. അങ്ങനെ വാടക വീടുകൾ കണ്ടെത്തിയിട്ടുണ്ട്. ആ വാടക വീടുകൾ കൂടി കണ്ടെത്തി അതിൻ്റെ നടപടിക്രമങ്ങളും വേഗത്തിൽ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എത്രയും വേഗം ഇവരെ പഴയ ജീവിതത്തിലേക്ക്, പ്രത്യേകിച്ച് ക്യാമ്പുകളിൽ നിന്നും മടക്കി അവരുടെ വീടുകൾ എന്ന ഒരു അവസ്ഥയിലേക്ക് അവരെ എത്തിച്ചുകൊണ്ട് അവരുടെ മാനസികമായ പ്രയാസങ്ങൾ മാറ്റിക്കൊണ്ട് ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരിക എന്നുള്ള ഒരു പ്രധാനപ്പെട്ട തീരുമാനവുമായിട്ടാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അസിത, ശരി, സനോജ് സുരേന്ദ്രനാണ് അത്തരം വിവരങ്ങൾ നൽകുന്നത്.